എല്ലാവർക്കും ആദ്യബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മണിപ്പൂട്ടുണ്ടാക്കാം. ഒരു അടിപൊളി തക്കാളി ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോയാലോ. നമുക്കപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു 1/2 കിലോ അരിപ്പൊടി നമ്മളെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു നാളികേരം ചെരുകിയെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് ജീരകം എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ മണിപ്പൂട്ട് ഉണ്ടാക്കാനുള്ള ഐറ്റംസാണ്. ഇനി നമുക്ക് കറിക്കുള്ളതാണ് ഇതൊക്കെ. തക്കാളി കറിക്കുള്ളത് ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസിലുള്ളത്. 2 സവോള, ഒരു 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഒരു 3 കതിര് വേപ്പില എടുത്തിട്ടുണ്ട്. എനിക്ക് ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കണം. ആദ്യം നാളികേരം ഇട്ട് കൊടുക്കാം. ഇനി ജീരകം ഇതിലിട്ട് കൊടുക്കാം. ചെറുള്ളിയും ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമുക്ക് ഈ ഒരു പാകം മതി. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മളിപ്പോൾ ഇതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ പച്ചമുളക് പറഞ്ഞ എടുത്തില്ല, പച്ചമുളക് 2 എടുത്തുള്ളൂ. നമുക്ക് 1 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ. ഉപ്പ് നമുക്ക് ഇതിൽ നിന്ന് ആവശ്യത്തിന് എടുക്കാം. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായില്ല. നമ്മുടെ വെള്ളം ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. നമുക്കപ്പോൾ ഈ അരിപ്പൊടിയിൽ ആവശ്യത്തിനുള്ള ഉപ്പിടാം. പിന്നെ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇങ്ങനെ നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ എല്ലായിടത്തെയും കറക്റ്റായിട്ട് പിടിക്കും. ഇനി നമുക്ക് ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പതുക്കെ കുഴച്ചെടുക്കാനേ പറ്റുള്ളൂ. തിളച്ച വെള്ളമായതുകൊണ്ടേ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴക്കുകയാണ് നല്ലത്, ചൂടുള്ള കാരണം കൊണ്ട്. ഇതിലേക്കുള്ള മാവ് നമ്മുടെ സെറ്റായിട്ട് കുറച്ച് നേരം നമുക്ക് അടച്ചു വയ്ക്കാം. നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് ഉരുട്ടിയെടുക്കാം. മാവ് കറക്റ്റ് പാകാട്ടത്. അധികം ലൂസാവാനും പാടില്ല, എന്നാൽ വളരെ ടൈറ്റ് ആവാനും പാടില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആയിരിക്കണം കേട്ടോ. ഇതിങ്ങനെ ഉരുട്ടി വരുമ്പോൾ കുറേ സമയം പിടിക്കട്ടാ. ഇതിന് ക്ഷമ വേണം എന്തായാലും. നമ്മുടെ എല്ലാതും ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയില്ല കാണാനായിട്ട്. ഇനി നമുക്കിത് ഇഡ്ഡലി പാത്രത്തിൽ വേവിച്ചെടുക്കാം. നമുക്കപ്പോൾ ഈ തട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ എല്ലാം കറക്റ്റായിട്ട് ഒതുങ്ങിയിരുന്നോളും. ഇനി ഒരു ഇല നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലെല്ലാം ഇതിൽ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം.
വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതപ്പോൾ ഇവിടെ ഇരുന്ന് വേവട്ടെ. ഇനി നമുക്ക് ഇതിലേക്കുള്ള കറി നമുക്ക് ശരിയാക്കാം. അപ്പോൾ ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചു. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച സബോളയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ സബോള നന്നായിട്ട് വാട്ടിയെടുക്കാം. സബോള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഒന്ന് നന്നായിട്ട് വാടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ തക്കാളി ഫ്രൈ റെഡി ആയി വന്നിട്ടുണ്ട്. നമ്മുടെ മണിപ്പൂട്ടും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് രണ്ടും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മണിപ്പൂട്ടും തക്കാളി ഫ്രൈയും റെഡി ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിത് കഴിച്ചു നോക്കാൻ പോവാണ്. ഇതില് ഉപ്പൊക്കെ കറക്റ്റാട്ടാ. അപ്പോൾ ഇത് എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാ? മണിപ്പൂട്ട് അടിപൊളിയുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് നല്ല തീകളയിലടാ. നിങ്ങളപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനിയിപ്പോൾ ഓണമൊക്കെയല്ലേ പിന്നെ, ഇനി നമുക്ക് കൂടുതൽ റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം.